പൊതുവെ ദുർബല, പോരാത്തതിന് ഗർഭിണിയും എന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസ്ഥ. പൊതുവെ ചോദ്യങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും പേടിയാണ്. പോരാത്തതിനാണ് നെടുങ്കൻ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വന്നത്. ചോദ്യം കേട്ട് പേടിച്ച് വിറച്ച് മുട്ടിടിച്ച് കുന്തം വിഴുങ്ങിയ പോലെ നിന്ന മോദിയെ ഉറ്റ ചങ്ങാതി ട്രംപും മാധ്യമപ്രവർത്തകരും സദസ്യരും എല്ലാം കളിയാക്കി ചിരിക്കുന്ന കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെയും വിഷമിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ അധികമൊന്നും താല്പര്യം കാണിക്കാതിരുന്നത്. കളിയാക്കി ചിരിച്ചെങ്കിലും ഒടുവിൽ ഉറ്റ ചങ്ങാതി രക്ഷക്കെത്തിയില്ലായിരുന്നുവെങ്കിൽ മോദി അവിടെ തളർന്നു വീണേനെ എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുക. ചെവിയിലിരിക്കുന്ന ഭാഷാ വിവർത്തന ശേഷിയുള്ള ഇയർബഡുകൾ മോഡിയെ പറ്റിച്ചതാണോ? അതല്ല ചോദ്യകർത്താവ് ISISനെ പരാമർശിച്ചപ്പോൾ അത് കേട്ട് ഞെട്ടിയതാണോ? ഈ ചോദ്യം നേരത്തെ എഴുതി നൽകിയിരുന്നില്ലേ? എന്തായാലും ട്രംപിനെ പുകഴ്ത്തി പറയാൻ കിട്ടിയ അവസരമാണ് മിത്രം പാഴാക്കിയത്. അവസരം മുതലെടുത്ത ട്രംപ് ആത്മപ്രശംസ നടത്താൻ ആ സമയം നന്നായി വിനിയോഗിക്കുകയും ചെയ്തു. ഒപ്പം താം വലിയ കേമനാണെന്ന ഭാവത്തിൽ മോദിയെ നോക്കി പൊട്ടനെന്ന് പറയാതെ പറഞ്ഞൊരു കളിയാക്കി ചിരിയും. ഭീകര സംഘടനയായ ISISനെതിരായ പോരാട്ടം സംബന്ധിച്ചും ട്രംപും മോദിയും നടത്തിയ ചർച്ചകൾ പരാമർശിച്ചും മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറ്റപ്പെടുത്തിയും ട്രംപിന്റെ നേത്രമഹത്വം പുകഴ്ത്തിയുമായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. മിസ്റ്റർ പ്രസിഡന്റ്, നന്ദി. ആദ്യം എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളും പ്രസിഡന്റ് ട്രംപും ISISനെതിരെ പോരാടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ വളരെ ആവേശഭരിതരാണെന്ന് തോന്നുന്നു. വരാനിരിക്കുന്ന ഈ പങ്കാളിത്തത്തെക്കുറിച്ച് നിങ്ങൾ ആവേശത്തിലാണ്. കഴിഞ്ഞ 4 വർഷമായി ഭരിച്ച ബൈഡന്റെ കഴിവില്ലായ്മയും ബലഹീനതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ നയിക്കുന്ന പ്രസിഡന്റ് ട്രംപിലും ശക്തിയിലൂടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലും US വിജയകരമായ ഒരു പങ്കാളിത്തം ഉറപ്പിക്കാനാവുമെന്ന കാര്യത്തിലും നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇക്കാര്യങ്ങൾ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. മാധ്യമപ്രവർത്തകൻ പറഞ്ഞു നിർത്തി. പക്ഷേ ചോദ്യം കേട്ട് മോഡി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. കൃത്യമായും ട്രംപിനെ വാനോളം പുകഴ്ത്തുന്ന മറുപടി നൽകാനാവും വിധമുള്ള ചോദ്യമാണ്. ഇതിനോട് പക്ഷേ പാവം മോദിക്ക് പ്രതികരിക്കാനായില്ല. മോദി അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നത് കണ്ട ട്രംപിനാവട്ടെ ചിരി അടക്കാനുമായില്ല. ട്രംപ് മാത്രമല്ല, മാധ്യമപ്രവർത്തകരടങ്ങുന്ന ആ സദസ്സ് മുഴുവൻ ആർത്ത് ചിരിച്ചു. മോദിയുടെ മുഖത്ത് നോക്കി ഒന്നുകൂടി കളിയാക്കി ചിരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു, അത് നിങ്ങളോടുള്ള ചോദ്യമാണ്, പക്ഷേ ഞാൻ അതിന് ഉത്തരം നൽകും. പിന്നെ മാധ്യമപ്രവർത്തകനെ നോക്കി, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. വീണ്ടും ചിരിച്ച് ട്രംപ് തുടർന്നു, അതെ, കഠിനമായ കഴിവില്ലായ്മ. ഞങ്ങൾ ഒരു അത്ഭുതകരമായ ബന്ധം ഉണ്ടാക്കാൻ പോകുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ദുർബലമായ നേതൃത്വം കാരണം യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ബലഹീനതയാൽ കഴിഞ്ഞ 4 വർഷമായി ലോകം മുഴുവൻ പിന്നോട്ട് പോയതുപോലെയാണ്. പക്ഷേ വെറും 3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അത് സുരക്ഷിതമാക്കിയെന്ന് ഞാൻ കരുതുന്നു. ട്രംപ് തുടർന്നു. ടെലിപ്രോംപ്റ്റർ പണിമുടക്കുമ്പോൾ പ്രസംഗിക്കാനാവാതെ കുഴങ്ങുന്ന മോദിയെ പല വേദിയിലും മാലോകർ കണ്ടിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു രൂപമാണ് ഫെബ്രുവരി 13 വൈറ്റ് ഹൗസിൽ ട്രംപിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ദൃശ്യമായത്. 40 മിനിറ്റിലധികം നീണ്ട വാർത്താ സമ്മേളനത്തിൽ തന്റെ കോടീശ്വരന്മാരായ മറ്റു 2 മിത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മോഡി കാണിച്ച ഉത്സാഹം കൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതിലൊന്ന് വ്യവസായി ഗൗതം അദാനിക്കെതിരായ US നീതിന്യായ വകുപ്പിന്റെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ഈ ചോദ്യം കേട്ടപ്പോഴും മോഡി ഒന്ന് ഞെട്ടി. ചോദ്യം കേട്ടപാടുള്ള മോഡിയുടെ ശരീരഭാഷ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നന്ദി മിസ്റ്റർ പ്രസിഡന്റ്. ഏഷ്യയിലെ ഏറ്റവും ധനികരിൽ ഒരാളും പ്രധാനമന്ത്രി മോദിയുടെ കൂട്ടാളിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയുമായ ഗൗതം അദാനിയുടെ കേസ് ഇന്ന് താങ്കൾ ചർച്ച ചെയ്തോ എന്ന് ഞാൻ ചോദിക്കട്ടെ? പ്രധാനമന്ത്രി മോദി, ആ കേസിൽ നടപടിയെടുക്കാൻ താങ്കൾ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതായിരുന്നു ചോദ്യം. ഇതിന് മോദി ഹിന്ദിയിലാണ് ഉത്തരം നൽകിയത്. ഒന്നാമതായി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സംസ്കാരവും ചിന്തയും നമ്മുടെ തത്വചിന്തയും വസുദൈവ കുടുംബകമാണ്. അതിൻ്റെ അർത്ഥം മുഴുവൻ ലോകവും ഒരു കുടുംബമാണ് എന്നാണ്. ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സ്വന്തം കുടുംബാംഗമാണ്. അത്തരം വ്യക്തിപരമായ കാര്യത്തിൽ, വ്യക്തിഗത വിഷയത്തിൽ 2 രാജ്യങ്ങളിലെയും 2 നേതാക്കൾ ഒത്തുചേരുമ്പോൾ ഒന്നും ചർച്ച ചെയ്യില്ല. ഇതായിരുന്നു മോദിയുടെ മറുപടി. സത്യത്തിൽ ഇതും ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നില്ലേ? വസുദൈവ കുടുംബത്തിൽ വിശ്വസിക്കുന്നതിനാൽ ഞാനും അദാനിയും കുടുംബക്കാരാണ്. അദാനിയുടെ അഴിമതി എൻ്റെ കുടുംബകാര്യമാണ്. അത് US പ്രസിഡന്റോ നിങ്ങളോ നോക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. മോദി പറയാതെ പറഞ്ഞത് ഇതല്ലേ? ഇന്ത്യ ജനാധിപത്യ രാജ്യമായതും വസുദൈവ കുടുംബകമെന്ന തത്വചിന്ത വെച്ചു പുലർത്തുന്നതുമാണ് അദാനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തതിന് കാരണമെന്നല്ലേ മോദിയുടെ മറുപടി കേട്ടാൽ തോന്നുക? അദാനിയെക്കുറിച്ചുള്ള ചോദ്യം കേട്ട് മോഡി അസ്വസ്ഥനായെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചതിനെ ഇങ്ങനെയാണ് പല ഏജൻസികളും വ്യാഖ്യാനിച്ചത്. അതിനു മുമ്പ് ഇലോൺ മസ്കുമായി എന്തെങ്കിലും ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് മോദിയോട് ചോദിച്ചിരുന്നു.
അതിനുത്തരം പറയാൻ 100 നാക്കായിരുന്നു മോദിക്ക്. എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഞാൻ ഒരു പ്രധാനമന്ത്രി പോലുമായിരുന്നില്ല, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം എന്നെ കാണാൻ വന്നു. അതിനാൽ ഞങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചും മറ്റുമെല്ലാം ചർച്ച നടത്തി. മോദി അങ്ങനെ നീട്ടി വിശദീകരിച്ചു പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ഉയർന്നെങ്കിലും അവരെ ചങ്ങലക്കിട്ടതിനെതിരെ ഒരക്ഷരം ഉരിയിടാതെ കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തിയും ഇന്ത്യക്കാർ മാത്രമല്ലെന്ന് ന്യായീകരിച്ചും പറഞ്ഞൊഴിയുകയായിരുന്നു നരേന്ദ്രമോദി. ട്രംപിനെ പുകഴ്ത്തി പറയാൻ കിട്ടിയ ചോദ്യം പാഴാക്കിയെങ്കിലും വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ട്രംപിനോടുള്ള മാനസികാടിമത്തം മോദി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനം സ്ഥാപിക്കാൻ മോദി എന്തെല്ലാമോ ചെയ്തെന്ന് ഇവിടെ അനുയായി വൃന്ദം പെരുമ്പറ കൊട്ടാറുണ്ടെങ്കിലും വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ മോദി അതിനെല്ലാമുള്ള എല്ലാ അവകാശവും ട്രംപിന്റെ കാൽക്കൽ വെച്ച് വണങ്ങുന്ന കാഴ്ചക്കും ലോകം സാക്ഷിയായി. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ പിന്തുണക്കുന്നു. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് ട്രംപ് എത്രയും വേഗം ഇക്കാര്യത്തിൽ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ലോകം വീണ്ടും സമാധാനത്തിന്റെ പാതയിൽ എത്തട്ടെ എന്ന് മോദി ആശംസിച്ചു. മോദിയുടെ ട്രംപ് സ്തുതികളും ട്രംപിന്റെ മോദി സ്തുതികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു വാർത്താ സമ്മേളനം. അതിനിടെ ട്രംപ് പതിറ്റാണ്ടുകളായി ഈടാക്കി പോരുന്ന നികുതികൾ സംബന്ധിച്ച് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും കണക്കിന് പരിഹസിക്കുകയും ചെയ്തെങ്കിലും മൗനമായിരുന്നു മോദിയുടെ മറുപടി. ഇത്രയേയുള്ളൂ മോദി എന്ന് ലോകത്തെ മുഴുവൻ ഒറ്റയടിക്ക് ബോധ്യപ്പെടുത്താനാവും വിധമായിരുന്നു വാർത്താ സമ്മേളനം. എങ്കിലും ഭക്തർക്ക് മോദി സ്വാമി വിവേകാനന്ദനാണ്. ചായക്കഥ പറയും മുമ്പ് പാവം ഭക്തരെ വിവേകാനന്ദ സ്വാമിയുടെ കഥ പറഞ്ഞാണല്ലോ സംഘപരിവാരം പറ്റിച്ചത്. പേരിൽ പോലും സാമ്യമുണ്ടെന്നും ഭാരതത്തെ രക്ഷിക്കാൻ പോന്ന 2ാം നരേന്ദ്രനാണെന്നുമെല്ലാമായിരുന്നു സംഘപ്രചാരണം. മോദി ഒരു കാലത്ത് രാമകൃഷ്ണ മിഷനിൽ സന്യാസിയായി ചേരാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ സന്യാസം മോദിക്ക് പറ്റിയതല്ലെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നും ഉപദേശിക്കപ്പെട്ടു എന്നും അങ്ങനെ സംഘത്തിനായി പണി തുടങ്ങിയെന്നുമെല്ലാമാണ് കഥകൾ വ്യാപിക്കപ്പെട്ടത്. നിരവധി കള്ള സത്യവാങ്മൂലങ്ങൾ നൽകിയും താൻ മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരെ പോലും അപമാനിച്ച നരേന്ദ്രമോദി എവിടെ? മാനവ സാഹോദര്യത്തിന്റെ മഹത്വം ഉദ്ഘോഷിച്ച നരേന്ദ്രനാഥ് ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ എവിടെ? 1893 US സന്ദർശിച്ച സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം നടത്തിയ ചിന്തോദ്ദീപകമായ പ്രഭാഷണത്തിലൂടെ ലോകം ഓർത്തുവെക്കുമ്പോൾ മോദി ഓർമ്മിക്കപ്പെടുന്നത് ഉത്തരം മുട്ടി പരിഹാസ്യനായ ഭരണാധികാരി എന്ന നിലക്കായിരിക്കുമെന്ന് ഉറപ്പിക്കാനാവും വിധമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ മോദിയുടെ പ്രകടനം. 1893 സെപ്റ്റംബർ 11 ലോകമത പാർലമെന്റിൽ പങ്കെടുത്ത സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞാരംഭിച്ച പ്രസംഗം അമേരിക്കയുടെ ആത്മാവിനെ തന്നെ കയ്യിലെടുക്കുന്നതായിരുന്നു. നീണ്ട കരഘോഷത്തോടെയാണവർ സ്വാമിയുടെ പ്രസംഗം സ്വീകരിച്ചത്. എന്നാൽ മോദിയുടെ വാർത്താ സമ്മേളനം കൈകൊട്ടി നീണ്ട കളിയാക്കി ചിരിയോടെയാണ് അമേരിക്കക്കാർ എതിരേറ്റത്.